റമദാനൊക്കെ ആയിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്ത് ഉണ്ടാക്കി കഴിക്കാം. അധികം എണ്ണയില്ലാത്ത രീതിയിൽ നല്ല സ്നാക്കാണ്. ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മുട്ട അതുപോലെ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ചെറിയ കുഞ്ഞ് ജീരകം ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് മൈദമാവിലേക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് അതിനകത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കട്ട കുത്താതെ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇളക്കി മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഈന്തപ്പഴവും കാഷ്യൂ നട്ട്സും കൂടെ ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് നമുക്ക് ഒന്ന് കറക്കിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഏത്തപ്പഴം ഉള്ളത് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്ത് അത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ പാലിലേക്ക് കുറച്ച് നെയ്യ് എടുത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ചീമ്പി വെച്ചേക്കുന്ന നമ്മുടെ ഏത്തപ്പഴം ഇതുപോലെ ഓരോന്നായിട്ട് അട്ടിയിട്ട് മാവ് ഇതുപോലെ ഇടകലർത്തി ഒഴിച്ച് നമുക്കൊരു മൂടി വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ആവി വെച്ച് വേവിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ കാഷ്യൂ നട്ട്സും ഇതൊക്കെ ഉണ്ട്, നമ്മൾ അടച്ചിട്ട് വെച്ചിട്ടില്ലേ, അത് നമ്മളെല്ലാം കൂടെ വാരിയിട്ടിട്ട് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈസി സ്നാക്കാണ്. ഈ സ്നാക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതിൻ്റെ ലോങ് വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ താഴെ ഇട്ടേക്കാം. നിങ്ങൾ അതൊന്ന് കയറി കണ്ടു നോക്കിക്കോട്ടോ. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. ബൈ.